സംസ്ഥാനത്ത് ഈ മാസം 30 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം വ്യാപക നാശനഷ്ടങ്ങളും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഈ ഭാഗങ്ങളിൽ 15 വീടുകളിൽ വെള്ളം കയറി. ചാലിയാർ, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ എന്നിവ കരകവിഞ്ഞതോടെയാണ് പ്രദേശത്ത് വെള്ളം കയറിയത്. വൻതോതിൽ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കപ്പക്കലിൽ കടലാക്രമണത്തെ തുടർന്ന് 3 വീടുകൾ തകർന്നു. ഇന്നലെ രാത്രിയിൽ അതിശക്തമായ കാറ്റടിച്ച് ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എന്റെ കുട്ടികളുമായിട്ട് കൂടെ ചെയ്ത് അപ്പോൾ സൗണ്ട് ഭയങ്കര ചടപടാന്ന് പറഞ്ഞിട്ട് അപ്പൊ മൊത്തത്തിൽ എന്റെ വീട് നിലം പതിക്കുക ചെയ്തേ. മലപ്പുറം വണ്ടൂരിൽ സ്വകാര്യ ബസ്സിന് മുകളിൽ മരം വീണ് അപകടമുണ്ടായി. വണ്ടൂർ പുളിയക്കോടാണ് സംഭവം. ഒരു യാത്രക്കാരന് പരിക്കേറ്റു. കാസർഗോഡ് വിദ്യാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. ചൌക്കി സ്വദേശികൾ സഞ്ചരിച്ച കാറിന് മുകളിലാണ് മരം വീണത്. യാത്രക്കാർക്ക് പരിക്കില്ല. കാസർഗോഡ് പനത്തടി റാണിപുരം റോഡിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കിനാനൂർ, കരിന്തളം, കാരിമുലയിൽ 100ഓളം വാഴകൾ നശിച്ചു. പെരുമ്പട്ട മുള്ളിക്കാട് സ്വദേശി ഷെരീഫിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. എറണാകുളം വട്ടേക്കുന്നത്ത് ശക്തമായ കാറ്റിൽ തേക്ക് മരം കാറിന് മുകളിൽ പതിച്ചു. കോതമംഗലത്ത് മരങ്ങൾ വീണ് വീട് തകർന്നു. വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടവൂരിന് സമീപമായിരുന്നു അപകടം. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയമായതിനാൽ വൻ ദുരന്തമൊഴിവായി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഒഴുക്ക് ശക്തമായതിനാൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.